മുട്ടത്ത് വടക്കേൽ ജോസ്. പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു പ്രസന്റ് വിളിക്കുമ്പോ ആരും പ്രസന്റ് ടീച്ചർ എന്ന് പറയണ്ട, വചനം പറഞ്ഞാൽ മതിന്ന്. അതെന്തുവാ? ഓ, ഒരിത്തിരി പോകുന്ന ഒരു വാക്യം വചനം പഠിച്ചവരാണോ നിനക്ക് ഇത്ര ബുദ്ധിമുട്ട്? എല്ലാരും വചനം പറഞ്ഞാൽ മതി. വചനം പറയാത്തവരൊക്കെ അവിടെ എഴുന്നേറ്റ് നിന്നോ. വചനം പറഞ്ഞിട്ട് അവിടെ ഇരുന്നാ മതി. ഏലിക്കുട്ടി വാഴപ്പടവിൽ. മറിയം ഏമാങ്ങിക്കൽ ഉണ്ടോ? നിങ്ങളുടെ ആരുടെ സ്കൂളിലെ പേരൊന്നുമില്ല. അറിയാലോ, മാമോദിസ പേര് നമ്മൾ വിളിക്കുന്നത്. സ്കൂളിലെ പേര് വിളിക്കണം എന്നൊക്കെ ചെല്ലാച്ചനോട് പറഞ്ഞെന്ന് കേട്ടു, ഞാൻ അറിഞ്ഞു. അങ്ങനെ സ്കൂളിലെ പേരൊന്നും വിളിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ആഴ്ചയെ നമ്മൾ എവിടെയായിരുന്നു എടുത്തു നിർത്തിയത്? ധനഹാ തിരുനാൾ. ധനഹാ തിരുനാളിനെ കുറിച്ച് എഴുതിക്കൊണ്ട് വരാൻ ആരോടൊക്കെയാണ് ഞാൻ ഏൽപ്പിച്ചിരുന്നേ? എവിടെ എവിടെ ആൾക്കാരൊക്കെ എവിടെ? എഴുന്നേറ്റ്. എട്ടിക്കാട്ടല്ലേ നീ? എട്ടിക്കാട്ട മത്തായിയുടെ മോൻ, മൂത്ത മോൻ. പിന്നോട്ടല്ല ഞാൻ പറഞ്ഞത് എഴുതിയിട്ട് വരണമെന്ന്. എഴുന്നേറ്റ്. എഴുതിയോ? അതെന്തോ നീ എഴുതാതെ വന്നത്? സ്കൂളിലെ പ്രൊജക്റ്റോ? വേദപാഠത്തിന് വരണം, സൺഡേ സ്കൂളിൽ വന്ന് പഠിക്കണം എന്നൊന്നുമില്ല. സ്കൂളിൽ മാത്രം പഠിച്ചാൽ മതിയല്ലോ. ദൈവവിശ്വാസം ഒന്നിനുമില്ല. എന്തു പറഞ്ഞാൽ സ്കൂളിലെ പ്രൊജക്ട്? ഈ ഞായറാഴ്ച ഇച്ചിരി നേരം വന്ന് ഇവിടെ വേദപാഠം പഠിക്കുന്നതാ. അപ്പം എഴുതിക്കൊണ്ടുവരാൻ പറ്റത്തില്ല. വൈകിട്ട് മത്തായോട് എന്നെ വിളിക്കാൻ പറയാട്ടോ. ഇരിക്കട്ടായിട്ടുള്ള നിന്നാ മതി ഇവിടെ. അടുത്ത ആളാരായിരുന്നു? എഴുന്നേറ്റ്. വായിക്ക്. അപ്പം ഇന്നത്തെ ക്ലാസ് കഴിയുക. ഓടാൻ വരട്ടെ. മണി അടിച്ചിട്ട് ഇറങ്ങിയാൽ മതിയല്ല. ഇത് കഴിയുമ്പോ തെക്കേ വീട്ടിലെ മരിയേം അനന്തക്കാട്ട് വർക്കിയിരുന്ന് കണ്ടിട്ട് പോയാൽ മതി. എന്തിനാ വിളിപ്പിച്ചത് രണ്ടുപേർക്ക് അറിയാലോ അല്ലേ? കണ്ടേച്ച് പോയാൽ മതി അങ്ങോട്ട്. പിന്നെ പല വട്ടം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പള്ളി വരുമ്പോ മാന്യമായ വസ്ത്രത്തിൽ വരണം. അവിടെ ഇവിടെ എഴുത്തും കുത്തുമുള്ള ഷർട്ടും ടീഷർട്ടും ബനിയനൊന്നും ഇട്ട് വരരുതെന്നും, പെമ്പിള്ളാരോടാണെങ്കിൽ മറക്കേണ്ടതൊക്കെ മറച്ച് വൃത്തിയായിട്ട് മുട്ടിന് താഴെ ഇറക്കമുള്ള, പറ്റുവാണെങ്കിൽ അടി വരെയുള്ള ഉപ്പായിട്ട് വരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എലിസബത്തിന്റെ അമ്മേനെ ഞാനൊന്ന് കാണുന്നുണ്ട്. മക്കളെ എങ്ങനെയാണോ വഴിയിലോട്ട് വിടുന്നതെന്ന് എനിക്കൊന്ന് ചോദിക്കണം. പിന്നെ ഇതുപോലെ കയ്യിൽ നെറ്റൊന്നും പിടിപ്പിച്ചുകൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട. കയ്യിൽ നിന്നൊക്കെ പറഞ്ഞ നല്ല വൃത്തിക്ക് തുണിയെടുത്ത് തന്നെ കൈ വെച്ച്, നിങ്ങൾ പുറത്ത് പോകുമ്പോഴോ സ്കൂളിൽ നിന്ന് അവിടെ പോകുമ്പോഴോ ഇവിടെ പോകുമ്പോഴോ കല്യാണത്തിന് പോകുമ്പോഴൊക്കെ ഇങ്ങനത്തെ കോലം കെട്ടിപ്പോക്കോ. പള്ളി വരുമ്പോ വൃത്തിയായിട്ടും മാന്യമായിട്ടും വസ്ത്രം ധരിച്ച് വന്നോണം. ദൈവത്തിന്റെ അടുത്താ വരുന്നേന്നുള്ളൊരു ചിന്തയുണ്ടോ നിനക്കൊക്കെ? ദൈവത്തിങ്കിലേക്കാ വരുന്നത്. നമ്മൾ എന്തിനാ ദൈവത്തിങ്കിൽ വരുന്നേ? പ്രാർത്ഥിക്കാനെന്നുള്ള ബോധം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് ഇത്രയേ നിങ്ങളോട് പറയാനുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ ഒരു പ്രായം എത്തി കഴിയുമ്പോഴുള്ളൂ, ഈ ടീച്ചറുടെ ഒക്കെ പ്രായം എത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് ടീച്ചർ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നെങ്കിലോ എന്ന്. അപ്പൊ കിടന്ന് ദുഃഖിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടും ഒരു കാര്യം ഉണ്ടാവത്തില്ല. പെമ്പിള്ളാരാണെ കുറച്ച് ഒതുക്കോ അടക്കോ ഒക്കെ വേണം. അതെങ്ങനെയാ വീട്ടിൽ നിന്ന് പറഞ്ഞു തരേണ്ട കാര്യമാ. ഇവിടെ വന്നിട്ട് ഞങ്ങൾ വേണം പറഞ്ഞാണ്. അപ്പുറത്തെ ക്ലാസ്സിൽ ആനി സിസ്റ്റർ പറഞ്ഞപ്പോണ്ടല്ലോ എന്റെ തൊലി ഉരിഞ്ഞു പോയിരുന്നിട്ട്. അപ്പുറത്തെ ക്ലാസ്സിൽ പിള്ളേരൊക്കെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നു? ബി ഡിവിഷനിലെ പിള്ളേർ എന്തു ഭയഭക്തി ബഹുമാനത്തോടെ അവർ കൈയൊക്കെ കൂപ്പിയിരുന്ന് പ്രാർത്ഥിക്കുന്നേ. ഇന്ന് അവിടെ മുട്ട കുത്താൻ നേരത്ത് നീ എന്തു പറ ചെയ്തോണ്ടിരുന്നേടാ? ജോസ് എഴുന്നേറ്റ് ഇങ്ങോട്ട്. ജോസ് എന്തെടുക്കുമായിരുന്നു അവിടെ? മുട്ടയിലെല്ലാം കുത്തി നിന്നപ്പം നീ എന്തുവായിരുന്നു അവിടെ? നീ എന്തിനാ അവിടെ ഇരുന്നേ? നിനക്ക് കാല് വേദനയോ? എവിടെ കൊണ്ട് നിനക്ക്? നീ അല്ലടാ ഇന്നലെ അവിടെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചോണ്ടിരുന്നേ. ഫുട്ബോൾ കളിച്ചിട്ട് കാല് പോയതാന്ന്. ഇതിനെ ഫുട്ബോൾ കളിക്കാൻ പോകുന്നേനെ. പള്ളി വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെങ്കിൽ അയ്യേ, നമുക്ക് കർത്താവെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടാ കർത്താവ് കാല് തന്നിക്കുന്നേ. അത് കർത്താവെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുള്ള നീ ഫുട്ബോൾ കളിക്കണ്ടെന്നേ അല്ല. അപ്പം എല്ലാരും പറഞ്ഞൊക്കെ കേട്ടോളാ. അടുത്ത ആഴ്ച വരുമ്പം നമ്മുടെ ആ കാഴ്ചവെപ്പ് ഓർമ്മയുണ്ടല്ലോ? കാഴ്ചവെപ്പ് ആയതുകൊണ്ട് എല്ലാരും നേരത്തെ എത്തിക്കോണം. എല്ലാരും ഒരു 9:15 പള്ളിയിൽ ഉണ്ടാവണം. പള്ളിയുടെ പുറകുവശത്തേക്ക് കാഴ്ച സമർപ്പണത്തിനുള്ള സാധനങ്ങളെല്ലാം ടീച്ചറും ആനി സിസ്റ്ററും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. എല്ലാവരും ഓർമ്മയുള്ള വെള്ളയിട്ട് വരണം. വെള്ളയിട്ട് തന്നെ വരണം. നെറ്റ് പിടിപ്പിച്ചതും കൈയില്ലാത്തതൊന്നും ഇട്ട് ഒരു പെമ്പിള്ളാരും ഇങ്ങോട്ട് വരണ്ട. വൃത്തിയുള്ള നീളത്തിൽ കൈയുള്ള സാധനം തന്നെ ഇട്ട് വന്നാൽ മതി. ഇനിയിപ്പൊ ഞാൻ ഓരോരുത്തരുടെയും പേരൻസിനെ വിളിച്ച് പറയണമായിരിക്കും ഇതൊക്കെ കൂടി. ഇനി മറക്കണ്ട.
കാഴ്ചവെപ്പിന്റെ കാര്യം നീ ആരെങ്കിലും കേട്ടില്ലാന്നുണ്ടോ? കേട്ടില്ലെന്നുണ്ട് ഇപ്പൊ പറയണം. അടുത്ത ആഴ്ച ആരെങ്കിലും ഇതൊക്കെ മറന്നു പോയിട്ട് വാ, അപ്പൊ ഞാൻ ബാക്കി പറയാം. പിന്നെ ബൈബിള് വായിക്കേണ്ടത് ആരാ? അന്നാമരിയല്ലേ ബൈബിള് വായിക്കാന്ന് പറഞ്ഞേ? ആ, അത് ഏതാണ് ബൈബിള് വാക്യം എന്നുള്ളത് തലേന്ന് എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. കപ്പയാരോട് ചോദിച്ചിട്ട് ഏതാ ബൈബിള് വായിക്കേണ്ടതെന്ന്. അത് വായിച്ച് പ്രാക്ടീസ് ചെയ്ത് തപ്പലൊന്നും കൂടാതെ വൃത്തിക്ക് വേണം വായിക്കാൻ, മനസ്സിലായോ? ആ, അപ്പൊ എല്ലാരും എഴുന്നേറ്റാ, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പിരിയാം. ആ.